കണ്ണൂർ കാൽടെക്സിൽ ഗതാഗത കുരുക്കിൽ വില്ലനായി ട്രാഫിക് സിഗ്നലും താണ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് കുരുക്കിൽപ്പെടുന്നത്. സിഗ്നൽ ഓഫാക്കുന്ന സമയത്ത് ഇത്രയും കുരുക്ക് അനുഭവപ്പെടാറില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു. കണ്ണൂർ എസ്.എൻ. ടാക്കീസിന് സമീപത്തെ കലുങ്ക് നിർമ്മാണത്തിന് റോഡ് അടച്ചതു മുതൽ ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടുകയാണ് കാൽടെക്സ് പരിസരം. നഗരത്തിന്റെ ഹൃദയഭാഗം ഇങ്ങനെ കുരുക്കിലമരാൻ ട്രാഫിക് സിഗ്നലും കാരണമാകുന്നുണ്ട്. താണ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണ് കുരുക്കിൽ അകപ്പെടുന്നത്. ഇവിടെ 15 മിനിറ്റിലധികം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സിഗ്നൽ പ്രവർത്തിക്കുമ്പോൾ 25 സെക്കൻഡ് സമയമാണ് താണ ഭാഗത്തു നിന്ന് പോകുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ ലഭിക്കുക. പിന്നെ 1 മിനിറ്റിലധികം റെഡ് സിഗ്നൽ. ഇങ്ങനെ കുറഞ്ഞ സമയം കടന്നുപോകാൻ കിട്ടുകയും കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ നിര സയൻസ് പാർക്ക് പരിസരവും കഴിയും. ഇവിടെ കുടുങ്ങുന്ന വാഹനങ്ങൾ കുരുക്കഴിഞ്ഞ് കടക്കാൻ 1/4 മണിക്കൂറിലധികം എടുക്കുന്നുമുണ്ട്. രാവിലെ മിക്ക സമയങ്ങളിലും ട്രാഫിക് സിഗ്നൽ ഓൺ ചെയ്തു വെക്കാറാണ് പതിവ്. രാവിലെ 8 മണി സമയത്തൊക്കെ വാഹനങ്ങളുടെ നീണ്ട നിര കാൽടെക്സ് പരിസരത്ത് പതിവാണ്. വെള്ളിയാഴ്ച രാവിലെയും ഇതിന് മാറ്റമുണ്ടായില്ല. കുരുക്ക് രൂക്ഷമാകുമ്പോൾ മാത്രമാണ് സിഗ്നൽ ഓഫ് ചെയ്ത് പോലീസുകാർ വാഹനങ്ങൾ കടത്തിവിടാറുള്ളത്. രാവിലെ 7 മണി മുതൽ തന്നെ നഗരത്തിൽ വാഹനത്തിരക്ക് തുടങ്ങാറുണ്ട്. ട്രാഫിക് സിഗ്നൽ ഓഫാക്കി നിയന്ത്രണത്തിന് പോലീസുകാരെ നിയോഗിച്ചാൽ ഈ കുരുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. പോലീസ് നിയന്ത്രിക്കുമ്പോൾ തിരക്ക് ഏറെയുള്ള ഭാഗത്തെ വാഹനങ്ങൾ കൂടുതലായി കടത്തിവിടാനും കഴിയും. കലുങ്ക് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഓണത്തിരക്ക് വരുന്നതിനു മുമ്പ് തന്നെ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA യും അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.